കഴക്കൂട്ടം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവിടെ ഈ മണ്ണന്തല ഗ്രൗണ്ടിൽ എത്തണം എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങോട്ട് എത്തിയത്. തൊട്ട് ഞാൻ MP ആയിരുന്നു, അത് കഴിഞ്ഞ് മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലം കൊണ്ട് എനിക്ക് എന്തൊക്കെ സാധിക്കും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഡിജിറ്റൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി പ്രൈം മോട്ടോ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. दुनिया में कहीं भी हो, उन सबकी समस्याओं का, उन सबके इश्यूज का BJP is on the rise, Congress is on the slide. നമ്മൾ ജനപ്രതിനിധിയായി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാമെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 1 കുടിവെള്ളം, 2 നല്ല റോഡുകൾ. അതോടൊപ്പം കഴക്കൂട്ടം ഒരു ടെക്നോ സിറ്റി ആയിട്ട് അറിയപ്പെടും. മെഡിക്കൽ ഫീൽഡിൽ വലിയ കേന്ദ്രമാണ് കഴക്കൂട്ടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്രീചിത്ര ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഇതെല്ലാം കഴക്കൂട്ടത്താണ്. അപ്പോൾ ഇതിനെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹബ്ബ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് വളരെ അടുത്ത് ഇടപെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളല്ലേ. അദ്ദേഹത്തിന്റെ ഏത് പ്രവർത്തന രീതിയായിരിക്കും സാറിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്? ഒന്ന്, അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധത. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും പാവപ്പെട്ട ആളുകളെ, അവരെ ഉയർന്നു വരാൻ സഹായിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക, അതിനു വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, സൂസപാക്യം തിരുമേനിയെ ഒരു തവണ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിരലിങ്ങനെ പ്രധാനമന്ത്രി അത് ശ്രദ്ധിച്ചു. പ്രധാനമന്ത്രി ചോദിച്ചു, എത്ര കാലമായിട്ട് ഈ പ്രശ്നമുണ്ട്? ഹോമിയോയിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാണാൻ വരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാണാൻ വരുന്നത് അവരുടെ ഒരു ഇഷ്യൂ ആയിട്ടാണ്. പക്ഷെ ആ ഇഷ്യൂ മാത്രമല്ല, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം. BJP ഇതര സംസ്ഥാനങ്ങളിലേക്ക് BJP ഫണ്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലടക്കം നടത്താൻ സാധിക്കാത്തത് എന്ന് പറയാറുണ്ട്. ഒരു യാഥാർത്ഥ്യമില്ലാത്ത സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ യാതൊരു പങ്കും. പാർലമെൻറ്റിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് പണം കൊടുക്കാൻ പറ്റാത്തത് എന്ന് ധനകാര്യമന്ത്രി പറയുമ്പോൾ, ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഒരു പ്രതിപക്ഷ അംഗവും പറഞ്ഞു. ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് എത്ര താമര വിരിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേരളം ഇതുവരെ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ആ സാഹചര്യം എന്നേക്കുമായിട്ട് മാറിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ്. ഇനി മുതൽ 3 മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെ 6:30 ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സമയത്ത് എഴുന്നേക്കാറ് പോലുമില്ല. പക്ഷേ കഴക്കൂട്ടം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവിടെ ഈ മണ്ണന്തല ഗ്രൗണ്ടിൽ എത്തണം എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങോട്ട് എത്തിയത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ V. മുരളീധരൻ സർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സാറിന് ഇതൊക്കെ ഒരു സ്ഥിരം പരിചയമുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? അതിരാവിലെ എഴുന്നേൽക്കുക, നടക്കാൻ പോവുക, ജനങ്ങളെ കാണുക എന്നൊക്കെയുള്ളത്? അല്ല, ജനങ്ങളെ കാണുക, നടക്കാൻ പോകുന്ന സമയത്ത് ജനങ്ങളെ കാണുക എന്നുള്ളതല്ല ലക്ഷ്യം. നടക്കാൻ പോകുന്ന സമയത്ത് നടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അത് ഞാൻ വളരെ അങ്ങനെയാണെങ്കിൽ സാറിന് എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയല്ല, ഞാൻ എൻ്റെ നോർമൽ ഇത്, കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. അതെ. സംഘടനാ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേപോലത്തെ റുട്ടീനല്ല, പല ദിവസവും പല രീതിയിലാണ്. ഇപ്പോൾ ബോംബെ പോകുമ്പോൾ ഞാൻ ബോംബെയിൽ കഫ് പരേഡിലെ പാർക്കിൽ നടക്കാൻ പോകും. അവിടെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കൂടെ പോകും. ഇതുപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ സൗകര്യം അനുസരിച്ച് നടക്കാൻ പോകും. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണായിരുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ മ്യൂസിയത്തിൽ പോകും. ചിലപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഡോക്ടേഴ്സ് വില്ലേജിനപ്പുറത്ത് ആക്കുളത്തൊരു സ്ഥലമുണ്ട്, അവിടെ നടക്കാൻ പോകും. അങ്ങനെ ഈ ഓടി നടന്ന പരിചയമില്ലാത്ത എനിക്ക് ചതച്ചു തുടങ്ങി 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും. സാർ ഇവിടെ 5ാമത്തെ റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇന്നലെയാണ് അറിഞ്ഞത്, ഇവിടെ മണ്ണന്തലയിൽ ഇങ്ങനെ ഒരു ക്ലബ്ബുണ്ട്. ഇവിടെ ഇദ്ദേഹം രാമു, അദ്ദേഹമാണ് ഈ ക്ലബിൻ്റെ ട്രെയിനർ. അപ്പോൾ ഇവിടെ ധാരാളം പേര് എല്ലാ ദിവസവും
രാവിലെ എക്സസൈസിന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കാണാം. പിന്നെ ഞാനും ഇവർ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ധരിച്ചത് കുറേ ആൾക്കാർ നടക്കാൻ വരുന്നു, അപ്പോൾ എല്ലാവരെയും കാണും കൂടി ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ മണ്ണന്തല വരാൻ തീരുമാനിച്ചു. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മണ്ണന്തല സാറിന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെയാണ് ഈ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഇവരെല്ലാവരെയും കാണുക, അവരുമായിട്ട് ഒരു ഇൻറ്ററാക്ട് ചെയ്യുക, അതിനുള്ളൊരവസരം എന്നുള്ള നിലയിലാണ് ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഏതായാലും മോർണിംഗ് വോക്കിന് ശേഷം സ്ഥാനാർത്ഥിയെ കുറച്ച് നേരത്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സർ വീണ്ടും സ്വാഗതം. ഇനി പ്രചാരണം അല്ലെങ്കിൽ ഇലക്ഷനായിട്ട് വെറും ഒരാഴ്ച മാത്രം അവശേഷിക്കുകയാണ്. എന്താണ് ഇപ്പം മനസ്സിലൂടെ പോകുന്നത്? കഴക്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ, ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള അവസരം ഉണ്ടാവണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനും അവരുടെ പിന്തുണ കിട്ടാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. സാറിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഒരു ടെൻഷൻ കടന്നു പോകുന്നുണ്ടോ ഈ ഒരു സമയത്ത്? ഒരു ടെൻഷൻ ഇല്ല. കാരണം എനിക്ക് വിജയത്തെക്കുറിച്ച് 100% ഇതുള്ളതുകൊണ്ട്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. പിന്നെ ജനങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 2018 തൊട്ട് ഞാൻ MP ആയിരുന്നു, അത് കഴിഞ്ഞ് മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. 2016 ഞാൻ ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് തന്നെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം 7000-8000 വോട്ട് ഉണ്ടായിരുന്ന BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ 43,000 ആയി. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കഴക്കൂട്ടത്ത് വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, 5 വർഷക്കാലം കൊണ്ട് എനിക്ക് എന്തൊക്കെ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഞാൻ കഴക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും ടെൻഷനൊന്നുമില്ല. ഇല്ല അല്ലേ? കഴക്കൂട്ടം പക്ഷേ എപ്പോഴും ഒരു ഹോട്ട് സീറ്റാണ്. മത്സരിക്കുന്ന 3 പേരും വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ജനങ്ങളെ വളരെ കാര്യമായി കേൾക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ 3 സ്ഥാനാർത്ഥികൾ, 3 പേരും പ്രിയങ്കരരാണ്. അപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്? എനിക്കെപ്പോഴും ഒരു ഫൈറ്റ് ഇഷ്ടമാണ്. പണ്ട് ഞാനൊരു അത്ലറ്റായിരുന്നു. അപ്പം അതുകൊണ്ട് മത്സരങ്ങളെ അന്ന് മുതലേ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ വളരെ ഫലപ്രദമായി, കാര്യക്ഷമമായിട്ട്, ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട്, ഇതെല്ലാം അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും. കാരണം കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് സത്യസന്ധമായില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ സത്യസന്ധമായും ചെയ്യണം, ആത്മാർത്ഥമായും ചെയ്യണം, കാര്യക്ഷമമായിട്ടും ചെയ്യണം. സാറ് നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുൻപ് തന്നെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്ന പല പ്രസ് മീറ്റുകളും ഞാൻ കണ്ടു. അങ്ങനെ ഈ കഴക്കൂട്ടത്ത് മത്സരിക്കണം എന്ന് സ്പെഷ്യലായിട്ട് ആഗ്രഹിച്ചു. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഈ ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ഒരു നേതാവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതൊരു ആഗ്രഹം എന്നുള്ളത് ആ അർത്ഥത്തിൽ പറഞ്ഞതായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ ജീവിക്കുന്നത് കഴക്കൂട്ടത്തായതുകൊണ്ട് സ്വാഭാവികമായും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പും കഴക്കൂട്ടത്തായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കഴക്കൂട്ടത്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ പക്ഷേ മീഡിയ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്കെന്തോ വലിയ ആഗ്രഹം മത്സരിക്കാൻ വേണ്ടി, അതുകൊണ്ട് കഴക്കൂട്ടത്ത് ആഗ്രഹിക്കാം. കഴക്കൂട്ടല്ലാതെ വേറെ സ്ഥലം എനിക്ക് മത്സരിക്കാൻ എനിക്ക് പരിചയമുള്ള സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടുള്ളത് ഇവിടെ ആയതുകൊണ്ട് അവിടെ മത്സരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ കഴക്കൂട്ടത്ത് ധാരാളം മാറ്റം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്ന് ഓരോ ദിവസവും തോന്നിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ റോഡ്, നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, വെള്ളക്കെട്ട് തുടങ്ങി, ഇപ്പോൾ ഇതൊരു കായിക സംസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു വേറൊരു മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആവശ്യമായിട്ടുള്ളതാണെന്ന് ആർക്കും തോന്നാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് വളരെ ആവശ്യമാണ്. കാരണം
ഇന്ന് ഒബിസിറ്റി പോലെയുള്ള ഇഷ്യൂസ് വരുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വലിയ താല്പര്യം കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അതിന് താല്പര്യം കൊടുക്കാത്തത് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം അങ്ങനെയാവും. അപ്പോൾ സമൂഹം അങ്ങനെയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടല്ലോ, അത് നമ്മുടെ മെൻ്റലി അലർട്ടാക്കും, നമുക്ക് കൂടുതൽ സ്റ്റാമിന ഉണ്ടാവും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കും. അപ്പോൾ ആ ഫിസിക്കൽ ഫിറ്റ്നസ്, കാരണം അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരാൾക്ക് പലപ്പോഴും അയാളുടെ ആത്മവിശ്വാസത്തിനെ അധികം ബാധിക്കും. എനിക്കൊരു സ്ഥിരമായിട്ടൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അതെൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അതേസമയം ഞാൻ ഫിറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെൻ്റെ ആത്മവിശ്വാസത്തിന് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ കഴക്കൂട്ടത്ത് ജീവിക്കുന്ന ഓരോ ദിവസവും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിയാവും. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് വളരെ അടുത്തിടപെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളല്ലേ. അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തന രീതിയാണ് എടുത്തു ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തന രീതിയായിരിക്കും സാറിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നിപ്പിച്ചിട്ടുള്ളത്? ഒന്ന്, അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധത. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും പാവപ്പെട്ട ആളുകളെ അവരെ ഉയർന്നു വരാൻ സഹായിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക. തിരഞ്ഞെടുപ്പിൻ്റെയോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെയോ ഒന്നും പരിഗണിക്കാതെ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലേറ്റവും മനുഷ്യനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധമുണ്ട്. അദ്ദേഹം ഇടപഴകുന്ന മനുഷ്യരുമായിട്ടുള്ള ആത്മബന്ധം. ഞാൻ ഒരു തവണ കസാക്കിസ്ഥാനിൽ പോയപ്പോൾ അവിടെ മഞ്ഞിൽ തെന്നി വീണ് എൻ്റെ കൈ ഒന്ന് ഇതായി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പാർലമെൻറ്റ് സെഷൻ സമയത്ത് അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ, അപ്പോൾ അദ്ദേഹം, ഞാൻ ഷോളൊക്കെ ഇട്ടിട്ട് ആണ് നിന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇതാണെന്ന്. അദ്ദേഹം വന്നിട്ട് ആദ്യം എന്നോട് ചോദിച്ചു, ഇപ്പോൾ കൈ എങ്ങനെയുണ്ട് എന്നുള്ള. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് സൂസപാക്യം തിരുമേനിയെ ഒരു തവണ അദ്ദേഹം, ഞങ്ങൾ അത് ഈ ഓഖിക്ക് ശേഷം അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ ലാറ്റിൻ സഭയുടെ ആൾക്കാരെല്ലാവരും കൂടി കാണാൻ വന്നു. അവിടെയാണ് അദ്ദേഹം പോയത്. അപ്പോൾ സൂസപാക്യം തിരുമേനിക്ക് കുറച്ചൊരു ഇതുണ്ട്, എന്താ പാർക്കിൻസൺസിൻ്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വിരലിങ്ങനെ. പ്രധാനമന്ത്രി അത് ശ്രദ്ധിച്ചു. പ്രധാനമന്ത്രി ചോദിച്ചു, എത്ര കാലമായിട്ട് ഈ പ്രശ്നമുണ്ട്? എന്നിട്ട് പറഞ്ഞു, ഹോമിയോയിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമില്ല, പക്ഷെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കാണാൻ വരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാണാൻ വരുന്നത് അവരുടെ ഒരു ഇഷ്യൂ ആയിട്ടാണ്. പക്ഷേ ആ ഇഷ്യൂ മാത്രമല്ല അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ആ ഇഷ്യൂ അദ്ദേഹം തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ മത്സ്യബന്ധന അവരാവശ്യപ്പെട്ടതാണ്, മത്സ്യബന്ധനത്തിന് ഒരു പ്രത്യേക വകുപ്പ് വേണം. അടുത്ത 2019 ഗവൺമെൻറ് ഫോം ചെയ്തപ്പോൾ മത്സ്യബന്ധനം ഒരു പ്രത്യേക വകുപ്പായിട്ട് അനൗൺസ് ചെയ്തു. പക്ഷേ ആ ഇഷ്യൂ മാത്രമല്ല, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതൊരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഗുണമല്ല. ആ ഗുണം എനിക്ക് പലപ്പോഴും ഇതായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഹോംവർക്ക്, ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം ഹോംവർക്ക് ചെയ്യാതെ ഒരു കാര്യം അനൗൺസ് ചെയ്യാറില്ല. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള പ്രിപ്പറേഷൻ വളരെ കൂടുതലായിട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളെ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴേ എല്ലാവരും ഭയങ്കരമായിട്ട് തീവാറുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ ഭയങ്കരമായി ഉച്ചത്തിൽ സംസാരിച്ച ആളുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും വളരെ സൗമ്യമായ, വളരെ എന്താ പറയുക, വളരെ മിതത്വമുള്ള, അതൊക്കെ അടക്കം ഒതുക്കവും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഈ തീ പറന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നമ്മളും കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ ആ ഒരു ഒച്ചയുണ്ടാക്കി എനർജറ്റിക് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന വാക്കിൻ്റെ കണ്ടന്റിലാണ് ആൾക്കാർ ആത്യന്തികമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഉറക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉറക്കെ പറയേണ്ടി വരും, അത് ചില സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അല്ലാത്തപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞാൽ മതി, കാര്യം പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും. അതെ, പല നമ്മൾക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ പോലും ഭയങ്കരമായിട്ട് മിതത്വത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്കൊക്കെ. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രമാത്രം ആ ഒരു സംയമനം പാലിക്കാൻ സാധിക്കുന്നത്?
അല്ല, അതിൽ മാധ്യമപ്രവർത്തകരിൽ ചില ആളുകൾ മനഃപൂർവ്വം ചോദിക്കുന്നതായിരിക്കും എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊവോക്കഡ് ആകാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതെ അതെ. രണ്ട്, ചിലർ ചോദിക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഉദാഹരണത്തിന് അവർക്ക് ആ ഇഷ്യൂവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ ചോദിക്കുന്നു. അപ്പം നമ്മളൊരു ഇഷ്യൂവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുറ്റമല്ല അത്, അയാൾക്ക് അറിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അയാളോടൊരു സിമ്പത്തറ്റിക് ആവുക. അതാണ് എൻ്റെ. കാരണം നമ്മളിപ്പോഴത്തെ അടുത്ത് കൊച്ചുകുട്ടികൾ വന്നിട്ട് എൻ്റെ പേര് വിളിച്ചു വന്നിരിക്കട്ടെ ഒരാൾ. അപ്പോൾ നമ്മൾ ആ കൊച്ചുകുട്ടിയോട് 4 വയസ്സുള്ള കുട്ടി പേര് വിളിച്ചതിൽ നമുക്ക് ക്ഷോഭിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഇല്ല. കാരണം അവൻ കേട്ടിട്ടുള്ളത് മുരളീധരനായിരിക്കും, അതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് അങ്ങനെ. അവൻ അങ്കിളിൽ നിന്ന് വിളിക്കണമെന്ന് അവൻ ശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കണമെന്ന് ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ മുന്നിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ, ആ സംസാരിക്കുന്ന ആളുകൾ നമ്മളോട് അവർ സംസാരിക്കുന്നത് ഈ ഒരു ആംഗിളിലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ആളുടെ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതിനെ ആലോചിക്കുക. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അയാളുടെ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾ എന്തുകൊണ്ടായിരിക്കും ഈ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ ഒരു ചൂടാവേണ്ട കാര്യമില്ല. നമ്മൾ ജനപ്രതിനിധിയായി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാമെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കുടിവെള്ളം. 2, നല്ല റോഡുകൾ. 2 അടിസ്ഥാന സൗകര്യങ്ങൾ. അതെ, ഇതാണ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. അതോടൊപ്പം 3 പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഒന്ന് IT. കഴക്കൂട്ടം ഒരു ടെക്നോ സിറ്റി ആയിട്ട് അറിയപ്പെടുക. മണ്ണന്തല, നാലാഞ്ചിറ ഈ ഭാഗത്ത് വലിയ സ്ഥാപനങ്ങളുണ്ട്, ഒരു നോളജ് സിറ്റി. അതോടൊപ്പം മെഡിക്കൽ ഫീൽഡിൽ വലിയ കേന്ദ്രമാണ് കഴക്കൂട്ടം. അത് കഴക്കൂട്ടാണെന്ന് പലർക്കും അറിയില്ല. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്രീചിത്ര ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. ഇതെല്ലാം കഴക്കൂട്ടത്താണ്. അപ്പോൾ ഇതിനെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഹബ്ബ് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പം ഞാനിപ്പോൾ തന്നെ ഏതാണ്ട് 8-9 സെക്ടറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സെക്ടറുകളിൽ ഒരു എക്സ്പെർട്സിൻ്റെ ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ എൻ്റെ പ്രിലിമിനറി ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ഡിസ്കഷൻ അത് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കുടിവെള്ളം കിട്ടുന്നില്ല, എന്താ കാരണം, ഇതാണ് ഞാൻ ചോദിക്കാൻ വരെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കറപ്ഷൻ ഉണ്ട്, കുറച്ച് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസൂത്രണം ഇല്ലാത്തതിൻ്റെ കാരണമുണ്ട്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ലാത്തതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എക്സ്പേർട്സും, കാരണം എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ആൾ എന്നുള്ളതാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന ആൾക്കാർ, അവരുടെ എക്സ്പെർട്ടൈസ് ലോകം മുഴുവനുള്ള അറിവും ടെക്നോളജിയും അറിയുന്ന ആൾക്കാരാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തരത്തിൽ ഉള്ള ചില എഫേർട്സ് നടത്താൻ ശ്രമിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള വികസനങ്ങൾ ഒത്തിരി പെൻഡിങ് കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളോടോ അല്ലെങ്കിൽ പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ ഈ കേരളത്തിലേക്ക് അതല്ലെങ്കിൽ ഈ BJP ഇതര സംസ്ഥാനങ്ങളിലേക്ക് BJP ഫണ്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ അടക്കം നടത്താൻ സാധിക്കാത്തത് എന്ന് പറയാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു കുറ്റപ്പെടുത്തലിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് യാഥാർത്ഥ്യമുള്ളത്? വാസ്തവത്തിൽ ഒരു യാഥാർത്ഥ്യം ഇല്ലാത്ത, സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ യാതൊരു പ്രാധാന്യമില്ല. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബേസിക് പ്രശ്നം, കേരളത്തിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ ഒരു 85% പോകുന്നത് പെൻഷനും സാലറിയിലുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് പണം കുറവാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള പണം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? അത് ഈ കിഫ്ബി വഴി ലോൺ എടുക്കൽ അല്ല.
ലോൺ എടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ പാർലമെൻ്റ് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി മറികടക്കാൻ വേണ്ടി സർക്കാർ എടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിഫ്ബി വഴി എടുക്കുക. നാളെ സർക്കാരിൻ്റെ മുകളിൽ തന്നെയാണ് അത് വരാൻ പോകുന്നത്. റീപേയ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കിഫ്ബിക്ക് വരുമാനമൊന്നുമില്ല, അപ്പോൾ സർക്കാരിൻ്റെ മുകളിൽ തന്നെ വരും. അപ്പോൾ അതല്ല വഴി പകരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, റവന്യൂ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ടാക്സ് കളക്ഷൻ എങ്ങനെ കറക്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ ഈ കേരളീ എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ് ഒരു പരിപാടി സംഘടിപ്പിച്ചു, ഒരു ആഘോഷം, അത്രേ ഉള്ളൂ. വേറെ ആ ആഘോഷം കൊണ്ട് എല്ലാ വർഷവും നടത്തുന്ന ആഘോഷമായിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർണിവൽ, ഗോവയിലൊക്കെ കാർണിവൽ നടത്തുന്നുണ്ട്. കാർണിവൽ സമയത്ത് ധാരാളം ആളുകൾ ഗോവയിലേക്ക് വരും, ടൂറിസം ഡെവലപ്പ് ചെയ്യും. കേരളീയം അങ്ങനെ പോലും അല്ല ആലോചിച്ച്. കേരളയിൽ നിന്നിട്ട് പൈസ ആരെ ഏൽപ്പിച്ചത്? GST ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് ടാക്സ് പിരിക്കാൻ പോകുന്ന ആളുകളിൽ സ്പോൺസർഷിപ്പ് കണ്ടെടുത്താൻ പോയി. അപ്പം നാളെ ഇന്ന് സ്പോൺസറായിട്ട് വരുന്ന ഒരാൾ നാളെ ടാക്സ് അടച്ചില്ലെങ്കിൽ അയാളുടെ അടുത്ത് ഈ ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന് പോകാൻ പറ്റില്ല. അയാൾ ചെന്നാൽ പറയും, സാറേ കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ സാറ് വന്നപ്പോൾ 10 ലക്ഷം സ്പോൺസർഷിപ്പ് തന്നത്, അല്ലെങ്കിൽ 25 ലക്ഷം സ്പോൺസർഷിപ്പ് തന്നത്, ഇപ്പോൾ ടാക്സിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇവിടെ ടാക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ധൂർത്താണ് കേരള സർക്കാരിൻ്റെ ഈ തരത്തിൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ കാരണം. ഞാൻ പറയുന്നത് 2 കേന്ദ്രങ്ങൾ, 2 ഒരു ക്രൈറ്റീരിയ നമുക്ക് നിശ്ചയിക്കാം. ഇത് ഈ പറയുന്നത് കേരള ഗവൺമെൻറ് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? 1 ഇന്ത്യൻ പാർലമെൻറ്റ്, 2 സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ മുമ്പാകെ ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ കേരള ഗവൺമെൻറ് പറയുന്നത് തെറ്റാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവർ കേസിന് പോയി, കേന്ദ്രം വിവേചനം കാണിക്കുന്നു, സുപ്രീം കോടതിയുടെ മുമ്പാകെ ഒരു തെളിവും ഹാജരാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പോയിന്റും ഇല്ല. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു കേരളത്തോട് മാത്രമായിട്ടൊരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഫിനാൻഷ്യൽ കമ്മീഷൻ്റെ നോംസ് ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ അത് വേറൊരു ഇഷ്യൂ ആണ്, അതൊരു വൈഡർ ഡിബേറ്റിൻ്റെ ഭാഗമാണ്. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. പക്ഷേ കേരളത്തോട് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഫിനാൻസ് കമ്മീഷൻ്റെ നോംസ് വേറെ ഇഷ്യൂ ആണ്, അതെല്ലാവരെയും ബാധിക്കുന്നത്. 1. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പാർലമെൻറ്റിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് പണം കൊടുക്കാൻ പറ്റാത്തത് എന്ന് ധനകാര്യമന്ത്രി പറയുമ്പോൾ ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഒരു പ്രതിപക്ഷാംഗവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളുടെ ഫലമായിട്ടാണ് കേരളത്തിന് പണം കിട്ടാത്തത്. മനസ്സിലായി. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഈ ഹൈവേകളുടെ വികസനം അടക്കമുള്ള കേന്ദ്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടേതടക്കം 25% ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. ഇതിലെ വാസ്തവം എന്താണ്? അല്ല, അതായത് ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമുള്ള ഒരു സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ രാജ്യത്തെ പല കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഫൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഫോറിൻ അഫെയർസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതേ ചില കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്, ചില കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചുള്ളതുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം അത് ലോക്കൽ ബോഡീസിന് കൊടുത്തിട്ടുണ്ട്, അത് ലോക്കൽ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല. ഇവിടെ ഈ ഒരു സ്ഥിതി ഉള്ള സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുക എന്നുള്ളത് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിലാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം കാരണം? തിരഞ്ഞെടുത്തതൊന്നുമല്ല. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ പൊതു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളായിരുന്നു. ഞാനൊരു 4-ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ 1969 എൻ്റെ ഓർമ്മ 68-ൽ 69-ലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ VV ഗിരി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സഞ്ജീവ റെഡ്ഡിയായിരുന്നു.
സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. വി ഗിരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു. അപ്പോൾ അന്നാണ് ഇന്ദിരാഗാന്ധി മനസാക്ഷി വോട്ട് ചെയ്യാൻ ആഹ്വാനം കൊടുത്തത്. ഇതൊക്കെ എനിക്ക് ആ കാലത്ത് പത്രം വായിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 68 ഒരു 10 വയസ്സുള്ള. അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക, ആ സ്വഭാവമുണ്ട്. 67-ലെ പൊതു തെരഞ്ഞെടുപ്പ്, ആ പൊതു തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിൻ്റെ ശക്തി ആദ്യമായിട്ട് വളരെ ദുർബലമായത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകളുണ്ടായി. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻസെക്യൂറായപ്പോൾ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ തുടങ്ങി, അടിച്ചമർത്താൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നപ്പോഴാണ് 1971-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു മഹാസഖ്യം എന്നുള്ള പേരിൽ ജനസംഘം, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കാലത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് KSUവിനെതിരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരും പരസ്പരം സംസാരിക്കും. അങ്ങനെ ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൽ വന്നു. പിന്നെ വിദ്യാർത്ഥി പരിഷത്തിൽ സജീവമായി, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ. വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മളെല്ലാം ഇപ്പോഴും തുടക്കത്തിൽ വരുന്നത് ഒരു സംഘടനയായിട്ടുള്ള ബന്ധമാണ്. സംഘടനയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആ ബന്ധം ക്രമേണ കോസിലേക്ക് പോകും, ഒരാശയത്തിലേക്ക് പോകും. അപ്പം നാട്ടിൽ മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രവർത്തനവുമായിട്ട് ഏതാണ്ട് 15 കൊല്ലക്കാലത്തിലും മുഴുവൻ സമയം സംഘടനാ പ്രവർത്തനം നടത്തി. 96 വരെ ഞാൻ ABPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് ചുമതല തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെഹ്റു യുവകേന്ദ്രയുടെ ഡയറക്ടർ ജനറലായി. അപ്പോൾ വീണ്ടും യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പലരും എന്നോട് പറഞ്ഞു, അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് BJP ജോയിൻ ചെയ്തുകൂടാ. അങ്ങനെ അതിനു മുമ്പും BJPയുടെ പല കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ആണ്. ഇപ്പോൾ തന്നെ വെങ്കയ്യജി പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ നെഹ്റു യുവകേന്ദ്ര ചുമതല ആയിട്ടില്ല, അതിനു മുമ്പാണ്. അദ്ദേഹം എന്നെ സെൻട്രൽ BJPയുടെ വാർ റൂമിൽ ചില വർക്കുകൾ ഒക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഭരണത്തിലിരിക്കുന്ന സംവിധാനത്തിൽ മാറ്റം വരണം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ സിസ്റ്റത്തിൽ മാറ്റം വരണമെങ്കിൽ ആ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ അങ്ങനെയുള്ള ആളുകൾ വരണം. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നത്. എനിക്ക് സ്വയം വരാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ KSUവിനെതിരായി സംസാരിക്കുന്നവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായി എന്ന് പറഞ്ഞില്ലേ. നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏറ്റവും വലിയ ശക്തിക്കൊപ്പം നിൽക്കണ്ട, അതിന് പകരം ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് കുറച്ച് പേർക്ക് മറ്റൊരു രീതിയിലേക്ക് മാറാമെന്നുള്ളൊരു തോന്നലുണ്ടായത്. അത് വാല്യൂസ് കാരണമാണ്. കോൺഗ്രസ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട പാർട്ടിയായിട്ട് മാറി. കാരണം സത്യസന്ധതയാണല്ലോ ഒരു രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട, പൊതുപ്രവർത്തനത്തിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ ഗുണം. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, എന്നിട്ട് ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്യുക. അപ്പം ഇന്ദിരാഗാന്ധി വലിയ മഹതിയായിരിക്കും, പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ബേസിക് സ്വഭാവം അധികാരമോഹമായിരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വേറൊരു ആൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തീരുമാനം ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് എടുപ്പിക്കണമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സത്യസന്ധത ഇല്ലായ്മയാണ് ആ കാലത്ത് എനിക്ക് കോൺഗ്രസിനെതിരായിട്ട് തന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. മനസ്സിലായി. ഈ ഒരു അങ്ങനെ നമ്മളൊരു ABVP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആദരിക്കപ്പെടുന്ന ഒരാളായി മാറുമെന്ന് ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും ആലോചിച്ചിട്ട്. കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലല്ലോ പ്രവർത്തിക്കുന്നത് ചുറ്റുമുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ
പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിന് പറ്റുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം എന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ ഒരു കൺസേൺ ആയിരുന്നില്ല. എന്നാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും എന്നത് പോലും അന്ന് ആലോചിച്ചിട്ടില്ല. ഈ പല രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അവർ ചെന്നൊരു ആവശ്യം പറയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. പിന്നെ ഇത് ഒരു 100 തവണ അവിടെ ചെന്നാലും ഇതേ വാക്കുകളാണ് കേൾക്കുന്നത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് ശക്തമായി പറയാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. സാറിൻ്റെ ഒരു പ്രവർത്തന ശൈലി ഈ കാര്യത്തിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ അതിലെ എന്ത് സാധ്യമാണ് എന്ത് സാധ്യമല്ല എന്നുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട്. ഞാൻ നടക്കാത്ത കാര്യം നോക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയും എൻ്റെ കൈവശമുള്ള സാധനമാണെങ്കിൽ, ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും ഇത് നടക്കുന്നതിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്ന ഒരു കാര്യമാണ് വിസ കിട്ടാൻ വേണ്ടി. വിസ ഇപ്പം എനിക്ക് ജർമ്മനിയിലേക്കുള്ള വിസ കിട്ടുന്നില്ല. വിദേശകാര്യമന്ത്രി വിചാരിച്ചാൽ പോലും വിസ കിട്ടില്ല. കാരണം വിസ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. വേറൊരു രാജ്യത്തെ വിദേശകാര്യമന്ത്രി എത്ര ശ്രമിച്ചാലും ഒരാളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ആ ആൾക്ക് പറ്റില്ല. ഇതേപോലെ വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ പരമാധികാരമാണ് വിസ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, കൊടുക്കുമോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന് ഒരു റോളും ഇല്ല. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും ഇതിൽ എനിക്ക് ഒരു റോളും ഇല്ല. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് റോളില്ല. എൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ ജയശങ്കർജിക്ക് പോലും ഇതിൽ റോളില്ല. കാരണം അത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഡിസിഷനാണ്. അപ്പോൾ ഈ തരത്തിലുള്ളത്. പിന്നെ ചില ആൾക്കാരെ കൊണ്ടുവരുന്ന ഇഷ്യൂസ് അവർക്കറിയാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലേ അല്ല. അപ്പം ഞാൻ പറയും നമുക്ക് ആൾക്കാർ വഴി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നോക്കാമെന്നല്ല, ശ്രമിച്ചു നോക്കാം എന്നാണ് ഞാൻ പറയാം. പക്ഷെ അതിനുശേഷം ഈ കാര്യങ്ങൾ അവരെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് താങ്കൾ ശ്രമിക്കാറുണ്ടോ? കാരണം ഞാൻ അയക്കുന്ന എല്ലാ കത്തിൻ്റെയും കോപ്പി അവർക്ക് പോകും. ആണല്ലേ? ഈ അതുപോലെ തന്നെ ജനങ്ങളുടെ മറ്റൊരു വലിയ ആകുലതയാണ്, നമ്മളൊരാളെ MLA ആയിട്ടങ്ങ് ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ലല്ലോ. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോഴല്ലേ ഇവരെല്ലാം തിരിച്ചു വരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളത്, ഈ ഒരു കാര്യത്തിൽ അങ്ങയുടെ സമീപനം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള മറ്റൊരു താല്പര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാൻ 24 മണിക്കൂറും ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ശരി, അത് അടിപൊളിയാണ്. 24 മണിക്കൂർ ഞാൻ അവൈലബിൾ ആണ്. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കൃത്യമായി ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പല രാഷ്ട്രീയ പ്രവർത്തകരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ സമയം കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ ഉറങ്ങുന്നത് രാത്രി 2 മണിക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഫിറ്റ്നസ് ജേർണി എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞാനും ഇന്നലെ രാത്രി ഉറങ്ങിയത് ഏതാണ്ട് ഈ സമയത്തൊക്കെ തന്നെയാണ്, 2 മണിക്ക് 3 മണിക്കൊക്കെയാണ്. പക്ഷേ രാവിലെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ അത് ജനങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. MLA ആയി കഴിഞ്ഞാലും ജനങ്ങൾ എന്നെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യും. ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് എത്ര താമര വിരിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എണ്ണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പാണ്, കേരളം ഇതുവരെ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ആ സാഹചര്യം എന്നേക്കുമായിട്ട് മാറിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടുകൂടി. ഇനി മുതൽ 3 മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം തുടർന്ന് വരുന്ന ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫോഴ്സായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാകും. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് പല ചാനലുകളുടെയും പോളിംഗ് കണ്ടു. അതിലെല്ലാവരും കഴക്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് എന്നാണ്. ഇങ്ങനെ ഈ ചാനലുകളടക്കം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇത് കൂട്ടുന്നുണ്ടോ? അല്ല, ചാനലുകൾ പറയുന്നത് പൂർണ്ണമായും എല്ലായ്പ്പോഴും അതിനെ മാത്രം ആശ്രയിച്ചിട്ടല്ലല്ലോ. നമ്മൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീലാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീൽ നേരിയതല്ല, അതിനേക്കാൾ വലുതാണ്.
അതുകൊണ്ട് നേരിയ മുൻതൂക്കം എന്ന് ചാനലുകൾ പറയുന്നതിനനുസരിച്ചിട്ടല്ല എൻ്റെ ഇത്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ എന്നുള്ളതാണ് ജനങ്ങൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ ജയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ജനങ്ങളുമായിട്ട് കൂടുതൽ ഇനിയും ഇതാക്കാനുണ്ട്, ബന്ധപ്പെടാനുണ്ട്, അവരെല്ലാവരെയും കാണാനുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ എല്ലാ വിനയത്തോടു കൂടി വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ജനങ്ങളെ സമീപിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അത് അതേ മനോഭാവം നിലനിർത്തുക. വർഷങ്ങളായിട്ട് കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള ആളാണ്, കഴക്കൂട്ടത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഇനി MLA ആയാലും 24 മണിക്കൂറും ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരു നേതാവായിട്ട് പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്നും ആഗ്രഹമെന്നും വ്യക്തമാക്കുന്ന നേതാവാണ്. അങ്ങേക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.